Hello friends, welcome to my YouTube channel Haru and Tanu. പനീർ കൊണ്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ വൈറ്റ് ഗ്രേവി പനീർ കറിയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 സവാള മുറിച്ചത് നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ സവാള സോട്ട് ചെയ്തെടുക്കുന്നില്ല, വേവിച്ചാണ് എടുക്കുന്നത്. 1 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ നമുക്ക് ചേർക്കാം. 10 കശുവണ്ടിയും 10 ബദാമും നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബദാമിന്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 ഏലക്കായ, 1 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി എന്നിവ നമുക്ക് ചേർക്കാം. ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ലിഡ് വെച്ച് ഇതുപോലെ ക്ലോസ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വേവിച്ചെടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ സവോളയും കാഷ്യൂനട്ട്സും ആൽമണ്ട്സും എല്ലാം ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇവിടെ റെഡിയാണ്. അതേ പാനിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് തരം റിഫൈൻഡ് ഓയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സ്ട്രെയിനറിലൂടെ നമുക്ക് ഈ ഒരു അരപ്പ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഗ്രേവി കിട്ടാനായിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽമയുടെ പനീറാണ്. ഏത് ബ്രാൻഡിന്റെ പനീറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രേവി നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഈ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് 1/4 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും നമ്മൾ ചേർക്കുന്നുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചു വച്ചിരിക്കുന്ന പനീർ നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി നമുക്ക് പനീർ കറി സെർവ് ചെയ്യാം. വളരെ റിച്ച് ആയിട്ടുള്ള പനീർ ഇൻ വൈറ്റ് ഗ്രേവി ഇവിടെ റെഡിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ഗ്രേവിക്കുള്ളത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.